ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനവയൽ യുക്യാറ്റ് പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് മുൻ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കി. ലോകം ആകസ്മികതയുടെ ഉൽപ്പന്നമാണോ? ഇതാണ് 43-ാം ഖണ്ഡികയിലെ ചോദ്യം. അല്ല, ആകസ്മികമല്ല. ദൈവമാണ് ലോകത്തിൻ്റെ കാരണം. അതിൻ്റെ ഉൽപ്പത്തിയെയോ അതിൻ്റെ ആന്തരിക ക്രമത്തെയോ ലക്ഷ്യപൂർണതയോ സംബന്ധിച്ചോ അത് ലക്ഷ്യമില്ലാതെ പ്രവർത്തിക്കുന്ന ഘടകങ്ങളുടെ ഉൽപ്പന്നമല്ല എന്നാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 295 മുതൽ 301 വരെയും 317, 318, 320 ഖണ്ഡികകളിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൈപ്പട അവിടുത്തെ സൃഷ്ടിയിൽ വായിക്കാമെന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്നു. ലോകത്തെ മുഴുവനെയും കുറിച്ച് യാദൃശ്ചികവും അർത്ഥശൂന്യവും ലക്ഷ്യരഹിതവുമായ പ്രക്രിയയെന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്മാരോടുള്ള മറുപടിയായി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1985 ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു: ഘടകങ്ങളുടെ അതീവ സങ്കീർണമായ ഘടനയുള്ള ഒരു പ്രപഞ്ചമാണിത്. അതിൻ്റെ ജീവിതത്തിൽ ഏറെ വിസ്മയനീയമായ ലക്ഷ്യപൂർണതയുണ്ട്. അത്തരമൊരു പ്രപഞ്ചത്തെപ്പറ്റി ആകസ്മികമെന്ന് പറയുന്നത് നമുക്ക് കാണപ്പെടുന്നത് പോലുള്ള ലോകത്തിൻ്റെ വിശദീകരണത്തിനുള്ള അന്വേഷണം ഉപേക്ഷിക്കുന്നതിന് തുല്യമായിരിക്കും. യഥാർത്ഥത്തിൽ കാരണം കൂടാതെ കാര്യങ്ങളെ അംഗീകരിക്കുന്നതിന് തുല്യമായിരിക്കും. അത് മാനുഷിക യുക്തി തള്ളിക്കളയലാവും. പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തെപ്പറ്റി ചിന്തിക്കാനും അന്വേഷിക്കാനും ഈ വിധത്തിൽ യുക്തി വിസമ്മതിക്കുകയായിരിക്കും. ഇതേ ആശയം തന്നെ യുക്യാറ്റിൻ്റെ 49-ാം ഖണ്ഡികയിലും കാണാൻ സാധിക്കും. വാൾട്ടർ തിറിങ്ങിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മഹാസ്ഫോടനത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നതും പ്രക്രിയകൾക്കുള്ളതുമായ മുമ്പെങ്ങും കേട്ടിട്ടില്ലാത്ത കൃത്യത ആകസ്മികമായി സംഭവിച്ചുവെന്ന് സങ്കല്പിക്കുന്നത് എന്തൊരു യുക്തിരഹിതമായ ആശയമാണ്. ബ്ലെയ്സ് പാസ്കൽ ഇങ്ങനെ പറയുന്നു: യേശുക്രിസ്തുവാണ് എല്ലാറ്റിൻ്റെയും കേന്ദ്രവും എല്ലാറ്റിൻ്റെയും അടിസ്ഥാനവും. അവിടുത്തെ അറിയാത്തവൻ ലോകത്തെപ്പറ്റി ഒന്നും അറിയുന്നില്ല, തന്നെപ്പറ്റിയും ഒന്നും അറിയുന്നില്ല. വെളിപാട് 4:11. അങ്ങ് സർവവും സൃഷ്ടിച്ചു. അങ്ങയുടെ ഹിതമനുസരിച്ച് അവയ്ക്ക് അസ്തിത്വം ലഭിക്കുകയും അവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. ബെനഡിക്റ്റ് 16-ാമൻ പാപ്പ ഇങ്ങനെ പറയുന്നു: നമ്മൾ പരിണാമത്തിൻ്റെ യാദൃശ്ചികവും അർത്ഥശൂന്യവുമായ ഉൽപ്പന്നമല്ല. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ചിന്തയുടെ ഫലമാണ്. നാം ഓരോരുത്തരും ആഗ്രഹിക്കപ്പെട്ടവരാണ്. നാം ഓരോരുത്തരും സ്നേഹിക്കപ്പെട്ടവരാണ്. നാം ഓരോരുത്തരും അത്യാവശ്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനവും കേന്ദ്രവുമായ ഈശോയെ, അങ്ങയുടെ ഹിതമനുസരിച്ച് എല്ലാറ്റിനെയും സൃഷ്ടിക്കുകയും അസ്തിത്വം നൽകുകയും ചെയ്തുവല്ലോ. ഞങ്ങളുടെ ജീവിതങ്ങളും അങ്ങയുടെ ചിന്തയുടെ ഫലമാണ്. ദൈവത്താൽ ആഗ്രഹിക്കപ്പെട്ടവരും സ്നേഹിക്കപ്പെട്ടവരുമാണ് ഞങ്ങൾ എന്ന അവബോധത്തിൽ നിരന്തരം വ്യാപരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.